എടിയേ, ഇങ്ങോട്ടൊന്ന് വന്നേ, എനിക്കൊന്ന് എണീക്കണം. ദേ എന്റെ വാല് മരവിച്ചു. ഈ പൗച്ചിനകത്ത് കിടന്ന് പിള്ളേരെന്തോ തമാശ കാണിക്കുന്നുണ്ട്. ആകെ ഒരു മരവിപ്പ്. എന്തിനാ ഡിയർ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നത്? മാറ്റ്, നീ അതൊന്ന് എൻജോയ് ചെയ്യാൻ നോക്ക്. ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യ്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. എടി, എനിക്ക് ഈ പുല്ല് വേണ്ട. എനിക്ക് ആ പഴയ പുളിശ്ശേരിയുടെ ടേസ്റ്റ് ഉള്ള പായല് വേണം. എന്തോ ഒരു വല്ലാത്ത കൊതി. കിട്ടുമോ? നീ ഓവറാക്കല്ലേ ഡിയർ മോം. വൈകുന്നേരം ഫ്രണ്ട്സ് വരുന്നുണ്ട്. എനിക്ക് അവരുടെ കൂടെ കോറൽ മോളിലൊന്ന് പോകണം. പായൽ മന്തി കഴിക്കണം. ഈ ചെറുക്കൻ എന്തൊരു കാണിക്കണേന്നോ? ഇത്തിരി വേദന എടുത്തപ്പോഴേക്കും കിടന്ന് കരയുന്നോ? ഈ കാലത്തെ പിള്ളേർക്ക് ഒരു ക്ഷമയും ഇല്ല. ഇതൊക്കെ നേരത്തെ ഓർക്കണമായിരുന്നു. നിന്റെ അപ്പൂപ്പൻ പണ്ട് അറബിക്കടലിന്റെ നടുക്ക് തിരമാലയിൽ വാലു ചുറ്റിക്കിടന്നാണ് നിന്റെ അപ്പനെ പ്രസവിച്ചത്. അതും ഒരു തുള്ളി പച്ചവെള്ളം കുടിക്കാതെ. അടുത്ത ദിവസം പുള്ളി പണിക്കിറങ്ങി. അത് പണ്ടത്തെ കാലമല്ലേ അമ്മച്ചി. അത് എനിക്ക് സിസേറിയൻ മതിയെന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞതാ. ഈ വേദന എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. വെറുതെ പൗച്ച് വെട്ടിപ്പൊളിക്കാനോ? ഇതൊക്കെ ഇപ്പോഴത്തെ ഡോക്ടർമാരുടെ നമ്പറാ. നീ ആ കല്ലിലൊന്ന് ആഞ്ഞു മുക്കി നോക്ക്. എല്ലാം മണിമണി പോലെ പുറത്തേക്ക് വരും. അമ്മച്ചി പറഞ്ഞത് കേട്ടില്ലേ? അപ്പന്മാർ എത്രത്തോളം കഷ്ടപ്പെടുന്നോ അത്രത്തോളം മിടുക്കന്മാരായിരിക്കും പിള്ളേർ. ഞാൻ പോയിട്ട് വരാം. തിരിച്ചു വരുമ്പോ ഉപ്പിലിട്ട ചെമ്മീൻ കൊണ്ടുവരാട്ടോ. പ്രസവിക്കുന്നത് ഞാനും കറങ്ങുന്നത് നീയും. അടുത്ത ജന്മത്തിലെങ്കിലും എന്നെ ഒരു സാധാരണ പരൽമീനാക്കിയാൽ മതിയായിരുന്നു ഭഗവാനെ.